വിട പറയുക വർഗീയതയോട് അണിനിരക്കുക മതനിരപേക്ഷതയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച യുവസ്വാഗതം തിരുവനന്തപുരം ശംഖുമുഖത്ത് നടക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയത്തിലേക്ക് പൊതുസമയം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം ഇത്തവണ സ്വാതന്ത്ര്യദിന നാളിൽ ഡിവൈഎഫ്ഐ മുദ്രാവാക്യമായി ഉയർത്തി ഇത്തരമൊരു യുവജന സാഗരം തീർക്കാൻ തയ്യാറായത് എല്ലാം കൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. നമ്മുടെ രാജ്യം മതനിരപേക്ഷ രാഷ്ട്രമാണ്. എന്നാൽ മതനിരപേക്ഷതയ്ക്ക് വലിയ തോതിലുള്ള വെല്ലുവിളിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. ഭരണഘടനയുടെ നിയാമക തത്വങ്ങളിൽ പ്രധാനമായി മതനിരപേക്ഷത ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഈ രാഷ്ട്രത്തിൻ്റെ വിശേഷണമായി തന്നെ മതനിരപേക്ഷമെന്ന് ചേർത്തിരിക്കുന്നത്. അതാണ് രാജ്യത്തിന് മുന്നിലുള്ള ഏറ്റവും വലിയ ആപത്തെന്ന് ഇന്ത്യൻ പാർലമെൻറ്റിൽ തന്നെ പറയുന്നതായി നമുക്ക് കേൾക്കേണ്ടി വന്നു. അങ്ങനെ പറയാനിടയായത് യാദൃശ്ചികമായൊരു വികാരത്തിൻ്റെ മേലെയല്ല. മതനിരപേക്ഷ രാഷ്ട്രം എന്നത് തകർത്ത് ഇതൊരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കണം എന്നാഗ്രഹിക്കുന്ന ശക്തിയാണ് RSS. RSSൻ്റെ നേതൃത്വം അംഗീകരിക്കുന്ന, RSS നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് BJP. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റാണ് രാഷ്ട്രം ഭരിക്കുന്നത്. RSSൻ്റെ നയം ഓരോന്നോരോന്നായി നടപ്പാക്കാനാണ് കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. RSSന് ആത്യന്തികമായ ലക്ഷ്യം രാജ്യത്തിൻ്റെ മതനിരപേക്ഷത തകർത്ത് ഈ രാജ്യത്തെ ഒരു മതാധിഷ്ഠിത രാഷ്ട്രമാക്കുക എന്നതാണ്. അതിനുവേണ്ടി ഒട്ടേറെ നീക്കങ്ങൾ RSS നേതൃത്വത്തിൽ ഇവിടെ നടത്തിയിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങൾ എല്ലാം ജനങ്ങളെ രണ്ട് ചേരികളാക്കാൻ വേണ്ടിയായിരുന്നു. വർഗീയ കലാപങ്ങളിലൂടെ വർഗീയ വികാരമുയർത്തി തങ്ങളുടെ കൂടെ ഭൂരിപക്ഷത്തെ അണിനിരത്താൻ കഴിയുമെന്ന ചിന്തയാണ് RSSനെ ഭരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞുവെന്ന കണക്കുകൂട്ടലിലുമാണ് അവർ നിൽക്കുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ അത്യന്തം ദയനീയമായ അവസ്ഥ ഇവിടെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന UPA ഗവൺമെൻറ് നടപ്പാക്കിയ ജനവിരുദ്ധ നയങ്ങൾ
അതിൻ്റെ ഭാഗമായി ജനങ്ങളിലാകെ പടർന്ന കടുത്ത അസംതൃപ്തി, ഇതെല്ലാം മുതലെടുക്കുന്നതോടൊപ്പം കടുത്ത വർഗീയ വികാരം കൂടി ആളിക്കത്തിച്ചപ്പോൾ താൽക്കാലിക നേട്ടമുണ്ടാക്കാൻ RSSനും BJPക്കും നമ്മുടെ രാജ്യത്ത് കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. ആ ഗവൺമെൻറ്, RSS നേതൃത്വം അംഗീകരിക്കുന്നൊരു ഗവൺമെൻറ് അധികാരത്തിലെത്തിയതോടെ മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കങ്ങൾ ഓരോന്നോരോന്നായി തുടങ്ങി. വർഗീയ നടപടികൾക്കാണ് വലിയ തോതിലുള്ള ആക്കം കൂട്ടിയത്. അതിൻ്റെ ഫലമായി രാജ്യത്തൊരു മതം മാത്രമേ പാടുള്ളൂ, മറ്റ് മതക്കാരൊന്നും ഈ രാജ്യത്തുണ്ടാകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് സംഘപരിവാർ എത്തി. അതിൻ്റെ ഫലമായിരുന്നു ഘർ വാപ്പസി എന്ന മുദ്രാവാക്യം. ഘർ വാപ്പസിയിലൂടെ ഉദ്ദേശിച്ചത് ഈ രാഷ്ട്രം ഹിന്ദുവിന് മാത്രം അവകാശപ്പെട്ടതാണ്. ഹിന്ദുക്കളല്ലാത്തവർ ഹിന്ദുവായി മാറണം. അതാണ് വീട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ആഹ്വാനം. അതിൻ്റെ ഭാഗമായി പലയിടങ്ങളിലായി ആക്രമണം അഴിച്ചുവിട്ടു. ഒരു ഘട്ടത്തിൽ രാജ്യത്തുള്ള ക്രിസ്ത്യാനികൾ ഒരു നിശ്ചിത വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളെ അല്ലാതായിത്തീരും, അവരെല്ലാവരും ഹിന്ദുവായി മാറും എന്ന് പ്രഖ്യാപിക്കാൻ സംഘപരിവാർ നേതാവിന് മടിയുണ്ടായില്ല. വ്യാപകമായ ആക്രമണങ്ങൾ പലയിടത്തായി അടിച്ചുവിട്ടു. ഇത്തരം കാര്യങ്ങളിൽ ഒരു പ്രത്യേക കാര്യം രാജ്യവും ലോകവും ശ്രദ്ധിച്ചു. ഈ രാജ്യത്തിൻ്റെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് നേതൃത്വം കൊടുക്കുന്ന പ്രധാനമന്ത്രി ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരക്ഷരം സംസാരിക്കാൻ തയ്യാറായില്ല എന്നതായിരുന്നു ജനങ്ങളും രാജ്യവും ലോകവും ശ്രദ്ധിച്ച കാര്യം. കാരണം പ്രധാനമന്ത്രിക്ക് പ്രധാനമന്ത്രി പദത്തെക്കാളും RSSൻ്റെ നിലപാടാണ് പ്രധാനം. RSSൻ്റെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമായി സംസാരിക്കാൻ താൻ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ആ മൗനത്തിലൂടെ, ഒന്നും പ്രതികരിക്കാതിരുന്നതിലൂടെ നരേന്ദ്രമോദി നൽകിയത്. നമ്മുടെ രാജ്യത്ത് വിവിധ ജനവിഭാഗങ്ങൾ ജീവിക്കുന്നു. വിവിധ തരത്തിലുള്ള സംസ്കാരം, വിവിധ ശീലങ്ങൾ, വിവിധ ആചാരരീതികൾ, വിവിധ ഭക്ഷണക്രമങ്ങൾ എല്ലാം നമ്മുടെ രാജ്യത്ത് ജനങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. ഇവിടെ പശുവിനെ ഗോമാതാവായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാപകമായ ആക്രമണം കുറേ കാലമായി നടന്നു വരികയാണ്. പശുവിൻ്റെ പേരിൽ നേരത്തെ മുസ്ലിമിനെതിരെയായിരുന്നു ആക്രമണം അഴിച്ചുവിട്ടത്. നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരത്തിലുള്ള ഒട്ടേറെ ആക്രമണങ്ങൾ നടന്നു. നിരപരാധിയായൊരു മനുഷ്യൻ വീട്ടിനകത്ത്
പശു ഇറച്ചി സൂക്ഷിച്ചിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്കെത്തി. നമ്മുടെ രാജ്യത്ത് RSSൻ്റെ രീതി നുണയാദ്യം പ്രചരിപ്പിക്കുക, ആക്രമണം നടത്തുക, പിന്നെയും നുണ പ്രചരിപ്പിക്കുക. ഈ രീതി തുടർന്നു വന്നു. അതോടൊപ്പം എന്തിനേയും വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം, തങ്ങളുടെ നയത്തോടൊപ്പം നിൽക്കുന്നില്ല എന്ന് വന്നാൽ അവരെ വർഗീയവാദികളായും രാജ്യത്തിൻ്റെ ശത്രുക്കളായും ചിത്രീകരിക്കുന്ന നില. അതാണ് നമ്മുടെ രാജ്യത്തിലെ പ്രശസ്തമായ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ കാണാൻ നമുക്ക് സാധിച്ചത്. അവിടെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ഉൽപ്പതിഷ്ണുക്കളുടെ ഒരു കേന്ദ്രമാണ്. വിദ്യാർത്ഥികളും അധ്യാപകരും വിവിധ ഘട്ടങ്ങളിൽ ശരിയായ രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ആ ഇടപെടലുകളിൽ അധികാരികൾക്ക് പലപ്പോഴും പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തങ്ങളുടെ കൂടെ നിൽക്കുന്നില്ല ആ യൂണിവേഴ്സിറ്റി എന്ന് വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണവിഭാഗം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി അവിടെയുള്ള വിദ്യാർത്ഥി നേതാക്കൾ രാജ്യശത്രുക്കളായി ചിത്രീകരിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായി. എത്രമാത്രം അസഹിഷ്ണുതയോടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് നാം ഇവിടെ കാണേണ്ടത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി നടന്ന പ്രവർത്തനങ്ങളാണ്. ഇത് നാം ഗൗരവമായി തിരിച്ചറിയണം. RSS ആണ് ഇത്തരം കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ അതേസമയം നമ്മുടെ രാജ്യത്തിനകത്ത് ഇതിൻ്റെ എല്ലാം ഫലമായി ഉയർന്നു വരുന്ന ന്യൂനപക്ഷ വർഗീയതയെയും ഗൗരവമായി തന്നെ കാണേണ്ടതായിട്ടുണ്ട്. ഒരു വർഗീയതയോടും വിട്ടുവീഴ്ച ചെയ്യാൻ നമുക്ക് കഴിയില്ല. ന്യൂനപക്ഷ വർഗീയതയുടെ വക്താക്കൾ പ്രചരിപ്പിക്കുന്നത് RSSനെ പോലെ തന്നെ തങ്ങളും സ്വയം സംഘടിച്ച് തങ്ങളെ സംരക്ഷിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടുകൂടെ എന്നാണ്. അതിൽ പരം ആത്മഹത്യാപരമായൊരു നിലപാടില്ല. ഒരു വർഗീയത മറ്റൊരു വർഗീയതയെ ആളിക്കത്തിക്കുക മാത്രമേ ചെയ്യൂ. ന്യൂനപക്ഷത്തിൻ്റെ സംരക്ഷണം ആവശ്യമാണെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് വർഗീയമായി സംഘടിച്ചുകൊണ്ടല്ല. ന്യൂനപക്ഷ സംരക്ഷണം നമ്മുടെ രാജ്യത്തിലെ ഇടതുപക്ഷ മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിന്നുകൊണ്ട് മാത്രമേ സാധിക്കൂ എന്നത് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇവിടെ വർഗീയതയിൽ നിന്ന് തീവ്രവാദത്തിലേക്ക് അടക്കുന്ന ചില പ്രവണതകൾ വരുന്നു. തീവ്രവാദ പ്രവണതകൾ രാജ്യത്തിനകത്തുണ്ട്. വലിയ തോതിൽ തീവ്രവാദത്തിന് അടിപ്പെട്ടു പോകുന്ന വിഭാഗങ്ങളെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. വർഗീയതയും തീവ്രവാദവുമെല്ലാം ഇന്നത്തെ ഒരു ലോക പ്രതിഭാസമാണ്. വർഗീയതയെയും തീവ്രവാദത്തെയും നമ്മുടെ ലോകത്താകെ ഉയർത്തിക്കൊണ്ടുവന്നത് സാമ്രാജ്യത്വമാണ്, പ്രത്യേകിച്ച് അമേരിക്കൻ സാമ്രാജ്യത്വമാണ് എന്നത് നാം മറക്കാതിരിക്കണം. ഇഷ്ടം പോലെ പണവും ആയുധങ്ങളും പ്രചരണത്തിനാവശ്യമായ പിന്തുണയും മറ്റെല്ലാവിധ ഒത്താശകളും സാമ്രാജ്യത്വ ശക്തികളായിരുന്നു വർഗീയതക്കും തീവ്രവാദത്തിനും ചെയ്തു കൊടുത്തത്. തീവ്രവാദം പുതിയ രൂപത്തിൽ പരീക്ഷിക്കുന്നു, പുതിയ രൂപങ്ങൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാകുന്നു.
എന്നത് തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്, ഈ കേരളം, ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്നൊരു സംസ്കാരം വളർത്തിയെടുത്ത നാടാണ്. പക്ഷേ നമ്മുടെ നാട്ടിലും ഇതെല്ലാം ഉണ്ട് എന്നത് അത്യന്തം ഉത്കണ്ഠയോടെ വേണം നാം എല്ലാവരും തിരിച്ചറിയാൻ. ഇത്തരം ശക്തികളെ പൂർണ്ണമായി ഒറ്റപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നാടിൻ്റെ ജാഗ്രതയാണ് ഇത്തരം ശക്തികളെ ദുർബലപ്പെടുത്താൻ വഴിവെക്കുക. ഓരോ ആളും, ഓരോ കുടുംബവും, ഓരോ സമൂഹവും, ഓരോ പ്രദേശവും ഈ കാര്യത്തിൽ ജാഗ്രത പാലിച്ചു പോകണം. ചിലരെ വല വീശാൻ വേണ്ടി നടക്കുകയാണ്. വല വീശി കെണിയിൽപ്പെടുത്താൻ നടക്കുന്ന ആളുകളുണ്ട്. പല വേഷങ്ങൾ, പല രൂപങ്ങൾ, പല സംവിധാനങ്ങൾ ഇതിനെല്ലാം ഉപയോഗിക്കപ്പെടുകയാണ്. എന്തിനധികം പറയുന്നു, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെപ്പോലും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിപരമായൊരു കാര്യമല്ല. അപ്പം ഇതിനെല്ലാം എതിരെ തികഞ്ഞ ജാഗ്രതാബോധം പാലിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ കേരളത്തിലെ വിദ്യാലയങ്ങൾ മതനിരപേക്ഷതയുടെ കേന്ദ്രങ്ങളായിരുന്നു. വിദ്യാലയം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ മതനിരപേക്ഷതയുടേതായ ഒരു പ്രതീകം എന്ന നിലക്കാണ് ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കാണാൻ കഴിയുക. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായ ചിത്രം വളർത്തിയെടുക്കാനും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി അത്തരം സ്ഥാപനങ്ങളെ ഉപയോഗിക്കാനും തയ്യാറാകുന്നു എന്ന അവസ്ഥ ഉണ്ടാകുന്നു എന്നത് അതീവ ജാഗ്രതയോടെ നാം കാണേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ വളരെ കൂടുതലൊന്നുമായിട്ടുണ്ടാവില്ല, തുടക്കമേ ആയി കാണൂ. നാം തികഞ്ഞ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആ ജാഗ്രത പാലിക്കണം എന്ന സന്ദേശമാണ് നിങ്ങൾ, ഈ നാടിൻ്റെ യുവത്വം ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തുന്നത്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഒഴിച്ചുകൂടാത്ത കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടത്തിനനുസൃതമായ ഈ ഒരു മുദ്രാവാക്യം ഉയർത്തിയ നിങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിവരില്ല. നിങ്ങളെ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട്, DYFIയെ ഹാർദമായി അഭിനന്ദിച്ചുകൊണ്ട്, ഈ യുവസാഗരം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. വിട പറയുക വർഗീയതയോട്, അണിനിരക്കുക മതനിരപേക്ഷതയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യമുയർത്തി DYFI സംഘടിപ്പിച്ച യുവസാഗരം തിരുവനന്തപുരത്ത് ശംഖുമുഖത്ത് നടക്കുന്നു. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു.